Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Ma'am. Morning, ma'am. ഹലോ, ഒന്നും കേൾക്കാനില്ലല്ലോ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ മാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ 9 അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുത്തത് അല്ലെ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു എന്താ പറയാ ഒരു ഹാഫ് പോർഷനിൽ കൂടുതൽ നമ്മൾ ആ ഒരു ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഫസ്റ്റ് തുടങ്ങിയ ചാപ്റ്റർ ഒന്ന് നോക്കണേണ്. അതിന്റെ ഒരു കുറച്ച് ഭാഗം കൂടി ബാലൻസ് ഉണ്ട്. അതും കൂടി കഴിയുമ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റത്തെ ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം, എന്നാലും എല്ലാവരുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? എന്താണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു എമർജൻസി ആംബുലേറ്റീവ് കെയർ എന്നിവയിൽ നിന്നോ ഒരു ഡോക്ടർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു IPD, ആൻഡ് IPD ഈസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഹോസ്പിറ്റൽ വേർ പേഷ്യന്റ് ആർ അഡ്മിറ്റഡ്. 24 hours അവിടെ അഡ്മിറ്റഡ് ആണ് അല്ലെ. 24/7 അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ എന്താണ് അഡ്മിഷൻ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് ഒരു അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിരീക്ഷണത്തിനും അന്വേഷണത്തിനും അയാൾ അനുഭവിക്കുന്ന ആ ഒരു രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് അല്ലെങ്കിൽ ചികിത്സ തുടരാനായിട്ട് അനുവദിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അഡ്മിഷൻ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു പർപ്പസ് ഓഫ് അഡ്മിഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് രോഗികളെ ഇങ്ങനെ ഇത്ര ഡേയ്സ്, 5 days 7 days അല്ലെങ്കിൽ ഇങ്ങനെ അഡ്മിറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ രോഗികളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. കുറച്ച് പോയിന്റ്സുകളായിട്ടാണ് നമ്മൾ പറഞ്ഞത് പർപ്പസ്. ഓക്കെ, ഒരാളൊന്ന് പറയാമോ പർപ്പസുകള്? നമ്മൾ സ്ക്രീനിൽ നോക്കാണ്ട് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കണേ. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ, അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞാൽ മതിയോ? To provide immediate care. To provide immediate care. ഓക്കെ, നോക്കാണ്ട് ഒന്ന് മാക്സിമം പറഞ്ഞു നോക്കണേ, തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. നിങ്ങൾക്ക് ആ ഒരു ഓർമ്മയുണ്ടോ നോക്കിയതാണ്. ഓക്കെ, പറഞ്ഞോളൂ, കണ്ടിന്യൂ. Provide comfort. Provide comfort, immediate care. Then Admission per condition. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞായിരുന്നു? ഫാമിലിനോട് Ready for emergency. റെഡി ഫോർ എമർജൻസി. ഫാമിലിയുടെ കാര്യം പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്?
ഫാമിലിയുടെ കഴിഞ്ഞ അസിസ്റ്റന്റ് പേഷ്യന്റ് ഫാമിലി കെയർ. അസിസ്റ്റന്റ് പേഷ്യന്റ് അതിനോടൊപ്പം തന്നെ ഫാമിലിയുടെ കെയറും കൂടി നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ ദെൻ ഓക്കെ നെഹ്റിൻ ഓക്കെ നല്ല രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും പറയാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കേണ്ട, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓർമ്മയിലുള്ള പോയിന്റ്സ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ പർപ്പസസ് നോക്കിയായിരുന്നു. ദെൻ നമ്മൾ ടൈപ്സ് ഓഫ് അഡ്മിഷൻ നോക്കി അല്ലെ. മെയിൻ ആയിട്ട് 2 ടൈപ്പുള്ള അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എമർജൻസി അഡ്മിഷനും ഉണ്ട്, റൊട്ടീൻ അഡ്മിഷനും ഉണ്ട് അല്ലെ. ഇതൊക്കെ എളുപ്പമുള്ള ഒരു ഇതാണ്. എമർജൻസി അഡ്മിഷനിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് എമർജൻസി ആയിട്ടുള്ള കേസസുകൾ അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആക്സിഡന്റ്, പോയിസണിങ് കേസസ് ഒക്കെയാണ് എമർജൻസി എന്നത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേമിന്റെ മീനിങ് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദെൻ നമ്മൾ പറഞ്ഞു റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രോങ്കൈറ്റിസ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കാണ് റൊട്ടീൻ അഡ്മിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെ. നമ്മൾ ഒ പി ഡിയിലെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ നോക്കി. റിസീവിംഗ് ദ പേഷ്യന്റ് സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യണം, നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ് അങ്ങനെയുള്ള തുടങ്ങിയതെല്ലാം ശേഖരിച്ചിട്ട് ആ ഒരു എന്താ പറയാ ഒരു ഡാറ്റ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഒരാളൊന്ന് പറയാമോ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന്? നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം പറയാട്ടോ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പറഞ്ഞോളൂ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ അതായത് നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ അതൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണം. പേഷ്യന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ബ്രേസ്ലെറ്റ് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് പിന്നെ കൺസെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവണം. സൈൻ ചെയ്യാം. ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മളിപ്പോ ഫ്ലോറിൽ നിന്ന് വാർഡ് ബേസിലേക്കാണെങ്കിൽ ഇൻഫോം ചെയ്യണം. പിന്നെ വിസിറ്റേഴ്സ് കറക്റ്റ് സമയത്താണ്, അവർക്ക് ഒരു ടൈം ഉണ്ട്, ആ ടൈമില് അനുവദിക്കുക അല്ലെ. പിന്നെ മിനിമം ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഡെപ്പോസിറ്റ് അടക്കണം. എന്നിട്ട് എന്താണ് നമ്മൾ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലൻസ് മാത്രം അടക്കാം. ഇൻ കേസ് എന്താണ് പേഷ്യന്റിന്റെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് ഡെപ്പോസിറ്റ് അവരത് പിടിക്കുന്നതായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇപ്പൊ എൽമ പറഞ്ഞത്. എല്ലാവരും കേട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ നോക്കിയായിരുന്നു മെഡിക്കൽ എക്സാമിനേഷൻസ് അല്ലെ. മെഡിക്കൽ എക്സാമിനേഷൻ നമുക്കറിയാലോ, കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ എക്സെട്ര ഇതെല്ലാം എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞു എക്സ്റേയോ ലാബ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. ട്രാൻസ്പോർട്ടിങ് നമ്മൾ പറഞ്ഞു വെരി ഇൽനെസ് ആണെങ്കിൽ നമ്മൾ ഒരു നഴ്സ് അറ്റൻഡന്റ് കൂടെ പോകും. അല്ലെങ്കിൽ വീൽ ചെയറിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വീൽ ചെയർ കൊടുക്കണം. ഇനി ആംബുലൻസ് ആണെങ്കിൽ അതിന്റെ ഒരു ആംബുലൻസിൽ നിന്ന് ഇറക്കിയ ആളെ സ്ട്രക്ചറിൽ വാർഡിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞായിരുന്നു. കൂടുതലായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ, എളുപ്പമാണല്ലോ. റൂം പ്രിപ്പയർ ചെയ്യണം, ഐഡന്റിഫൈ സെൽഫ് ചെയ്യാം, ഓറിയന്റ് പേഷ്യന്റ് ചെയ്യണം, ഗ്യാദർ ഇൻഫോർമേഷൻ നമ്മൾ പറഞ്ഞു ടെസ്റ്റിന്റെയും മെഡിക്കൽ ലാബ്സ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ഒബ്സർവേഷന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ. ഫസ്റ്റ് മൊമെന്റ്സ് ഓക്കെ, പ്രിലിമിനറി പറഞ്ഞില്ല, ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോ ദെൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് എ പേഷ്യന്റ്. പ്രിലിമിനറി എന്ന് ടേം എന്താണ്? പ്രിലിമിനറി നമ്മള് ഇപ്പൊ PSC എക്സാംസിനൊക്കെ പ്രിലിമിനറി എക്സാം എന്ന് പറയില്ലേ. അതായത് ഒരു തുടക്കത്തിലുള്ളത്, അതായത് പൊതുവായിട്ടുള്ളതല്ല, അതിന് മുന്നേ ഒരു പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കത്തിലുള്ള ഒരു ഒബ്സർവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രിലിമിനറി ഒബ്സർവേഷൻ എങ്ങനെയാണ്? ക്ലാസ്സിലെ മിസ്സേ ഐഡന്റിഫൈ സെൽഫ് വരെ എടുത്തിട്ടുള്ളൂ, രണ്ടാമത്തെ പോയിന്റ് വരെ എടുത്തിട്ടുള്ളൂ. അതെ അതെ, രണ്ടാമത്തെ പോയിന്റ് വരെ ഞാൻ അതാ നോക്കിക്കൊണ്ട്. മൂന്നാമത്തെ ഓറിയൻ പേഷ്യന്റ് ആണ് ഇനി എടുക്കേണ്ടത്. ഓക്കെ, അതെ. നമ്മൾ 2 ക്ലാസ് വരുന്നോണ്ടേ നിങ്ങൾ തന്നെ ഡിവിഷനും B ഡിവിഷനും വരുന്നോണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ക്ലാസ്സിന്റെ ആ ഒരു ചേഞ്ചസ് പെട്ടെന്ന് മാറിപ്പോട്ടെ. ഓക്കെ, നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ.
നമ്മൾ ഐഡന്റിഫൈ സെൽഫ് വരെയാണ് എടുത്തത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ റൂം പറഞ്ഞായിരുന്നു, ഐഡന്റിഫൈ സെൽഫ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ സെൽഫ് അല്ലെ, വെൽക്കം പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച് അല്ലെ. നല്ലൊരു രീതിയിൽ അവർ എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുക. മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ബെഡ് ആൻഡ് പ്രൊവൈഡ് വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആൻഡ് എൻഷുർ അഡിക്വേറ്റ് പ്രൈവസി. നമ്മൾ പറഞ്ഞു, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവര് ഓൾറെഡി അവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്, ആൾ ഡിസ്ചാർജ് ആയി പോയെങ്കിൽ ആ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ മാറ്റി നെക്സ്റ്റ് പുതിയൊരു ഒരു പില്ലോ കവറും അല്ലെങ്കിൽ എന്താ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ക്ലീൻ ആയിട്ടുള്ളത് നമുക്കൊരു സെറ്റ് ചെയ്ത് തരും അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ലെസൺ ആൻസൈറ്റി ഫിയർ, നമ്മളെ പേടിയും ആൻസൈറ്റി ഒന്നും കൂട്ടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ ഒപ്പം നിൽക്കും അല്ലെ. നഴ്സസ് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളോടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ മീൻസ് പിന്നെ പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ലൊക്കേഷൻ നേഴ്സ് സ്റ്റേഷൻ. ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ വാർഡിന്റെ ഒരു അറ്റത്തായിട്ട് ഒരു നഴ്സിംഗ് റൂം പോലെ ഒരു ഉണ്ട് അല്ലെ. അവിടെ 2-3 നഴ്സസ് ഉണ്ടാവും, ഒരു ഇൻചാർജ് ഉണ്ടാവും, നമ്മളുടെ ചാർട്ടും കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കും അല്ലെ. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ആ ഒരു നഴ്സിന്റെ അടുത്ത് ആ നഴ്സിംഗ് റൂമിലല്ലേ പോയി പറയാറുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ, എക്സാമ്പിൾ ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മെഡിസിൻ, ഇപ്പൊ പെട്ടെന്ന് വല്ല വയ്യായ്മ വന്നു, നമ്മൾ ഓടിപ്പോയിട്ട് ഡോക്ടറെ പോയല്ല കാണുന്നത്, ആ ഒരു വാർഡിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു നഴ്സിംഗ് റൂം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആ നഴ്സിനായിരിക്കും കാണുന്നത്. ഓക്കെ, അതാണ് ഈ നഴ്സ് സ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റൂം ബൗണ്ടറീസ്. റൂം ബൗണ്ടറീസിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു റൂമിന്റെ എല്ലാ തരത്തിലുള്ള ഇപ്പൊ എക്യുപ്മെന്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബെഡ് അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ നമ്മള് വിൻഡോനൊക്കെ ഇപ്പോ കൊതുക് മോസ്കിറ്റോ നെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റൂമിന്റെ ആ ഒരു റൂമിന്റെ ചുറ്റുവട്ടത്ത് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഈ റൂം ബൗണ്ടറീസിൽ ഉൾപ്പെടുന്നത്. ദെൻ ക്ലോത്ത് സ്റ്റോറേജ്. ക്ലോത്ത് സ്റ്റോറേജ് മീൻസ് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഷെൽഫുകളും ഒരു റൂമിന്റെ ഉള്ളിൽ വരുന്ന ക്ലോത്ത്സിനെ സ്റ്റോറേജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്യും. ദെൻ കോൾ ലൈറ്റ്. ഇവിടെ കോൾ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് റൂമുകളിൽ ചിലപ്പോൾ ചെറിയ അല്ലെ ഡിം ലൈറ്റ് പോലത്തെ കുഞ്ഞി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരു റൂമിന്റെ ഉള്ളിലെ തന്നെ ഈ ഒരു റൂമിന്റെ ഉള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാ പോയിന്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ബെഡ് കൺട്രോൾസ്. ഇതുപോലെ ബെഡ് കൺട്രോൾസ് മീൻസ് ബെഡിന്റെ തന്നെയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു തല പൊക്കി വെക്കുന്ന ആ ഒരു സിസ്റ്റം, അങ്ങനെയുള്ളൊരു കട്ടിലൊക്കെ ഉണ്ടാവില്ലേ ബെഡിന്റെ സെറ്റിങ്സ് ഒക്കെ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ എന്താണ് ലൈറ്റ് സ്വിച്ചസും എല്ലാം കറക്റ്റ് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ ഒക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ, അതിനൊക്കെല്ലാം ഒരു പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളൊരു ഇതൊക്കെ അവര് ഉറപ്പ് വരുത്തണം നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ അല്ലെ. ഇനി ടെലിഫോൺ പോളിസി. ചില റൂമുകളിൽ ഓൾറെഡി ടെലിഫോൺ ഉണ്ടാവും. എല്ലാ ഹോസ്പിറ്റലിലൊന്നും കാണില്ല, ചില വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും നമുക്ക് കോൾ ചെയ്യാനുള്ള സൗകര്യം അല്ലെ, അല്ലെങ്കിൽ ആ നഴ്സിംഗ് സ്റ്റേഷനിലായിരിക്കും കോൾ ചെയ്യാനുള്ള സൗകര്യം അല്ലെ. ഇന്നിപ്പോ നമ്മൾക്ക് ഓൾറെഡി ഫോണൊക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം ഒരു വാർഡിൽ നിന്ന് മറ്റൊരു ഡോക്ടറെ ഇൻഫോം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ടെലിഫോണിന്റെ ആ ഒരു ഉപയോഗം വരുന്നത്. TV കൺട്രോൾസ്. ചില റൂമിൽ എന്താണ് TV ഒക്കെ ഓൾറെഡി സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം പ്രോപ്പർ ആണോ വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി നഴ്സസിന് ഉണ്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞത് വിസിറ്റിംഗ് മീൽ ടൈംസ് അല്ലെ, അതായത് ഫുഡിന്റെ കറക്റ്റ് ടൈം ഉണ്ട്. ചിലപ്പോ ഹോസ്പിറ്റലിൽ തന്നെ അവര് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ഫുഡ്. അപ്പൊ കറക്റ്റ് ആ ടൈമിൽ തന്നെ അവര് ഫുഡ് എത്തിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു ടൈം ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുക. വിസിറ്റിംഗ് അവേഴ്സ്. നമ്മൾ പറഞ്ഞു വിസിറ്റിങ്ങിന് എപ്പോഴും നമുക്കൊരു പേഷ്യന്റിനെ പോയിട്ട് എപ്പോഴും ഒരാൾ വന്ന് വിസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പോ ഒരു ഈവനിങ് ഒരു 4 to അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ചിലപ്പോൾ 4 to 5 അല്ലെ, അങ്ങനെയുള്ള ഒരു ടൈമിങ്ങിലായിരിക്കുമല്ലോ വിസിറ്റിംഗ് അവേഴ്സ് അവർ സെറ്റ് ചെയ്യുന്നത്. ദെൻ ഡയറ്റ്. ഇപ്പൊ ഡയറ്റ് പേഷ്യൻസിന്റെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റ് ചാർട്ടുകളും എല്ലാം നഴ്സസ് ആയിരിക്കും അറേഞ്ച് ചെയ്ത് തരിക. സേഫ്റ്റി മെഷേഴ്സ്. സൈഡ് റെയിൽസ് ഈ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ വിൻഡോസിന്റെ കാര്യങ്ങൾ വരാം. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ എക്സ്ട്രാ വരുന്ന, നമ്മള് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ സംഭവങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ ചെയ്യുക. ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. ഡോക്ടർ വിസിറ്റിന്റെ ടൈം. ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരാറില്ലേ നമ്മൾ കിടക്കുമ്പോൾ. ഇപ്പോ ഡോക്ടേഴ്സ് മിക്കവരും ഒരു രാവിലെ അവര് ഒരു 9 മണി തുടങ്ങി ഒരു 10 മണി വരെ ആ ഒരു ടൈമിലായിരിക്കും വിസിറ്റിങ്ങിന് അല്ലെങ്കിൽ റൗണ്ടിന് വരുന്നത് അല്ലെ. ഇനി വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്. ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ഷെഡ്യൂൾ ചെയ്യും. ഓൾറെഡി നേരത്തെ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം, അതിന്റെ റിസൾട്ട് ഡോക്ടേഴ്സിന് റിസൾട്ട് എത്തിക്കണം. ഇതെല്ലാം ഈ ഒരു അഡ്മിഷൻ ചെയ്യുന്ന ആ ഒരു നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ. നമ്മൾക്ക് കൂടുതലും അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നഴ്സസ് അല്ലെ നമ്മളുടെ കൂടെ നിന്ന് ചെയ്തു തരിക.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓറിയന്റേഷനിൽ വരുന്നത്. ഇത് എക്സ്ട്രാ നിങ്ങൾക്ക് വിശദീകരിക്കാനൊന്നും ഇല്ല, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ല. ദെൻ നമ്മൾ പറഞ്ഞു ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു. ദെൻ ബാക്കി ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? മെഡിക്കൽ ഓർഡേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഓരോ ഓർഡേഴ്സ് ഡോക്ടേഴ്സ് ചെയ്യില്ലേ, ഇന്ന ടെസ്റ്റ് ചെയ്യണം, അതിന്റെ റിസൾട്ട് വാങ്ങിക്കണം, എക്സ്റേ ചെയ്യണം, ലാബ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ ഓരോ ഓർഡേഴ്സ് ഒക്കെ അനുസരിച്ചിട്ട് നഴ്സസ് എന്ത് ചെയ്തു കൊടുക്കുക? പേഷ്യൻസിന് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കുക. ദെൻ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ചികിത്സയുടെ കാര്യത്തിലും പേഷ്യന്റിന്റെ ഒപ്പം സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ലാബ് റിസൾട്ടുകൾ നഴ്സസ് പോയി വാങ്ങിക്കാറില്ലേ? നമ്മൾ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെയാണല്ലോ പോയി വാങ്ങിക്കുന്നത്. ചിലപ്പോൾ അവര് നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു റിസൾട്ട് ആയിട്ട് വരാറുണ്ട് അല്ലെ. ദെൻ ഡയറ്റിന്റെ കാര്യങ്ങളുടെ ആ ചാർട്ടൊക്കെ ക്രമീകരിച്ചു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള അതർ ആക്ടിവിറ്റീസ്, ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം തന്നെ നിന്ന് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ഗ്യാദർ ഇൻഫോർമേഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി കൂടുതൽ അത് വിശദീകരിക്കാനില്ല. ആ ഓരോ പോയിന്റ്സ് അല്ലേ നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ നോർമലി കേട്ടിട്ടുള്ള പോയിന്റ്സുകളൊക്കെ തന്നെയാണ് അല്ലെ. നമ്മൾ നോക്കുന്നത് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് അല്ലെ. പ്രിലിമിനറി ഫസ്റ്റ് ഒരു പേഷ്യന്റിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പേഷ്യന്റിന്റെ രോഗാവസ്ഥയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, നോക്കാം. The first few moments with the patient, facial expressions will denote his emotional reaction and presence of pain, fatigue അല്ലെ. അതായത് നമുക്കറിയാം ഫസ്റ്റ് മൊമെന്റ്സ് തന്നെ ഒരു പേഷ്യന്റിനെ നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റിനെ നമ്മൾ നോക്കിയാണ് ആ പേഷ്യന്റിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ വിൽ ഡിനോട്ട് ഹിസ് ഇമോഷണൽ റിയാക്ഷൻ അല്ലെ. രോഗിയുടെ ആ ഒരു മുഖഭാവങ്ങള്, ആദ്യത്തെ കുറിച്ച് ആ ഒരു നിമിഷങ്ങള് അവന്റെ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രസൻസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം വളരെ ടയേർഡ് ആയിരിക്കുന്ന ഒരു രോഗി എന്താ പറയാ ഭയങ്കര ആക്റ്റീവായിട്ട് ചിരിച്ച് അങ്ങനെ ഇരിക്കണത് ഹോസ്പിറ്റലിൽ ഇല്ല. ചിലപ്പോ അവര് ആ ഒരു ഇപ്പൊ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ കിടക്കിയായിരിക്കും. അപ്പൊ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ആ ഒരു വേദനയും അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു മൊമെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ദെൻ സെക്കൻഡ് പോയിന്റ്, any discoloration of skin such as jaundice, cyanosis, facial paralysis should be noted. Further observation can be made giving care to the client അല്ലെ. ഇവിടെ നമുക്ക് ജോണ്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മഞ്ഞപ്പിത്തമില്ലേ, മഞ്ഞപ്പിത്തം ഒരു അസുഖമില്ലേ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ജോണ്ടീസ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് സിയാനോസിസ്. സിയാനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോണ്ടീസ് അറിയാലോ, മഞ്ഞപ്പിത്തം. സിയാനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ വരുന്ന ഒരു അലർജി ഒക്കെ പോലത്തെ ഒരു സംഭവമാണ് സിയാനോസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റേ സ്കിന്നിന്റെ നമ്മൾ കളറൊക്കെ ചേഞ്ച് ആവുക അല്ലെങ്കിൽ സ്കിന്നിന് ഒരു അലർജി പോലെ അങ്ങനെ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഈ സിയാനോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എനി ഡിസ്കറേഷൻ ഓഫ് സ്കിൻ സച്ചാസ്, അതായത് രോഗിയുടെ അതായത് ചർമ്മത്തിന്റെ നിറവ്യത്യാസമോ അല്ലെങ്കിൽ ഇങ്ങനെ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മുഖത്തെ പക്ഷാഘാതം, ഫേഷ്യൽ പാരലിസിസ് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഈ ഫേഷ്യൽ എന്ന് പറയുന്നത്. പക്ഷാഘാതം എന്നിവയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾക്കറിയാം മഞ്ഞപ്പിത്തം ആണെങ്കിൽ ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവളുടെ എന്താ പറയാ കണ്ണിനൊക്കെ നല്ല മഞ്ഞപ്പ് ഉണ്ടാവും. പിന്നെ ഫേസ് അല്ലെ, മുഖത്തൊക്കെ അതായത് മുഖം നോർമലിനേക്കാളും ഒരു വിളറി എന്താ പറയാ ഒരു മഞ്ഞപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ടോട്ടലി ഒരു മഞ്ഞപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. സിയാനോസിസ് സ്കിന്നിന്റെ അലർജി അതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമുക്കൊരു വ്യക്തിനെ കാണുമ്പോൾ ആ വ്യക്തിയുടെ സ്കിന്നിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. നമ്മളുടെ പോലെയല്ല, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തികളെ പോലെയല്ല, സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ് ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. ഇങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ ഒക്കെ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഈ പ്രിലിമിനറി ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ആ ഒരു മൊമെന്റിൽ തന്നെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ആ രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പെയിനും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് മീൻസ് ആ നേഴ്സസിന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അതുപോലെ ഇങ്ങനെയുള്ള ഇപ്പൊ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഈ ഫേഷ്യൽ പാരലൈസ് എന്ന് പറയുന്നെങ്കിലേ പക്ഷാഘാതം ഒക്കെ പറയൂല. ഇപ്പൊ ചിലവർക്ക് ഇങ്ങനെ എന്താ എപ്പോഴും ഇങ്ങനെ ഫേസും ഇതൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക,
ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഷിവറിങ് പോലെയൊക്കെ വരിക, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്കിന്നിന്റെ അലർജിയോ അല്ലെങ്കിൽ ഇപ്പൊ കണ്ണിനൊക്കെ മഞ്ഞപ്പിണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിലിമിനറി ഒബ്സർവ് ചെയ്യുക ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, അതാണ് പ്രിലിമിനറി ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ചാർട്ടിങ്. ഇനി ചാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ വരുന്നത്? ചാർട്ടിങ് മീൻസ് ആ ഒരു രോഗിയുടെ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചാർട്ടിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് നോക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ. റെക്കോർഡ് ഓൾ ബേസിക് ഇൻഫർമേഷൻ ഇൻ പേഷ്യന്റ് റെക്കോർഡ് അല്ലെ. നമുക്കറിയാം രോഗിയുടെ രേഖയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാം എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം അല്ലെ. ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യന്റ് ഡീറ്റെയിൽ, കംപ്ലൈൻസ് ഓഫ് ദ ക്ലയൻസ്, എനി അലർജീസ്, പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്, പിന്നെ എന്തെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് അഡ്മിഷൻ ഡേറ്റ് മെൻഷൻ ചെയ്യണം, ആ ഒരു ടൈം മെൻഷൻ ചെയ്യുക, പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഡ്രസ്സോ സെക്സോ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ടെലിഫോൺ നമ്പറോ, അങ്ങനെയുള്ള നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇനി കംപ്ലൈൻസ് ഓഫ് ദ ക്ലയൻസ്, ഇനി ക്ലയൻസിന് മേ ബി എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി അലർജീസ്, ഇപ്പോ ചില പേഷ്യൻസിന് ചില മെഡിസിൻസ് ഒക്കെ അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള അലർജീസ് ഉണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തണം. അവരുടെ മെന്റൽ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ അവരുടെ ഓൾറെഡി ആളുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റാറ്റസും കൂടി അതിനകത്ത് രേഖപ്പെടുത്തണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം, റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ബുക്ക്, ഒരു ട്രീറ്റ്മെന്റ് ബുക്ക് ഉണ്ട്, അതിനകത്തും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, രജിസ്റ്റർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേർക്കുക. റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസസ് രജിസ്റ്റർ, MLC ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. MLC മെഡിക്കൽ ലീഗൽ കേസ് ഫുൾ ഫോം ഒക്കെ വരുന്നത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് ഓരോ ക്ലാസ്സിലും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഷോർട്ട് ഫോം കാണുന്നത് കമ്പൽസറി ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. മെഡിക്കൽ ലീഗൽ കേസ് നമ്മൾ പറഞ്ഞില്ലേ, മെഡിക്കോ ലീഗൽ കേസ് ഓർമ്മയുണ്ടോ? ഏതോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സ് നോട്ട്സ് അല്ലെ. വാർഡ് സെൻസസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. വാർഡ് സെൻസ് മീൻസ് വാർഡിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോ നഴ്സസ് എടുക്കാറില്ലേ വന്ന്, അതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുക. ദെൻ ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ഫിസിക്കൽ അസസ്മെന്റ് ചെയ്യുക ബൈ റിവ്യൂവിംഗ് സിസ്റ്റം വഴി. അതായത് ഫിസിക്കൽ അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഫിസിക്കൽ അസസ്മെന്റ് അല്ല, അതായത് ശാരീരികമായിട്ടുള്ള വിലയിരുത്തൽ, ഹൈറ്റ്, വെയിറ്റ്, അല്ലെങ്കിൽ BP, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫിസിക്കൽ അസസ്മെന്റുകളും രേഖപ്പെടുത്തണം. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് കംഫോർട്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന് കംഫോർട്ട് ആണോ അതൊക്കെ കൂടി നോക്കണം അല്ലെ. പേഷ്യൻസ് ആള് ഓൾറെഡി കംഫോർട്ടബിൾ ആണോ, സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു ട്രീറ്റ്മെന്റിൽ, അതെല്ലാം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ് അല്ലെ. അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഡാറ്റാബേസിന്റെ ഡാറ്റ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഡാറ്റ കളക്ട് ചെയ്യുമെന്ന്, ആ എല്ലാ ഇൻഫോർമേഷൻസും രോഗിയെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി അല്ലെ. ഇപ്പോ അതായത് ലാബ് ടെസ്റ്റുകളും അല്ലെങ്കിൽ മെഡിക്കൽ ബാക്കിയുള്ള എക്സ്റേ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിഷ്യന് ഓർഡർ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് ഡോക്ടറെ വന്ന് ഈ പേഷ്യന്റിന്റെ ഒപ്പം ലാബ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടിങ്ങിൽ വരുന്നത് കേട്ടോ. നമ്മൾക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ അത് ഐഡിയ കിട്ടുന്നില്ല. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കാവുന്നതുള്ളൂ. ദെൻ അടുത്ത് നോക്കാം, ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. ഇനി കൺസൾട്ടന്റിന്റെ ഓർഡേഴ്സ് അനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഇഫ് എനി ടെസ്റ്റസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ, the nurse must make arrangements to carry out the procedures prescribed by doctor if any. അല്ലെ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ടെസ്റ്റസ് പ്രിസ്ക്രൈബ്, ഒരു ഡോക്ടർ ടെസ്റ്റസും കാര്യങ്ങളും ഇതുപോലെ ചെയ്യാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേഴ്സ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ബ്ലഡിന്റെ ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഡോക്ടർ എഴുതി കൊടുത്തു അല്ലെ. അപ്പൊ നമ്മള് നേഴ്സല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്, ഇവിടെയാണ് ലാബ്, അങ്ങനെ അതിന്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന നേഴ്സ് നമ്മളെ ലാബിലേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ഇത്ര ടൈം അവിടെ ഇരുന്നോളൂ, അങ്ങനെ
എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, ഒരു നേഴ്സ് നമ്മളുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അത് ആ ഒരു ഡോക്ടേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ നേഴ്സസ് നമുക്ക് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രൈബിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ നമ്മൾ ലാബിൽ കൊണ്ടുപോയി ഈ ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മളോട് ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്താ ഡോക്ടറിന്റെ റൂമിന്റെ അവിടെ ഫ്രണ്ടിൽ പോയിരുന്നോ റിസൾട്ട് നമ്മൾ ഡോക്ടറിന്റെ റൂമിലേക്ക് എത്തിക്കാമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രൈബിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നഴ്സസ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാവുന്ന കാര്യമുള്ള ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ പോവാറില്ലേ. അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മൾ കൺമുൻപിൽ കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇനി കുറച്ച് ആ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ നെക്സ്റ്റ് ആ പോയിന്റ്? ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് അല്ലേ. പേര് പറയണോ അല്ലെങ്കിൽ വായിക്കാത്തവര് വായിച്ചോളൂ നിങ്ങൾ, ഞാൻ എടുത്ത് പറയണ്ടല്ലോ, അതാണ് നിങ്ങളോട് ഞാൻ വായിച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരാൾ വായിച്ചോളൂ, സ്റ്റാർട്ട് ചെയ്തേ. If any tests are prescribed by doctors, the nurse must make arrangement to carry out other procedures prescribed by doctor, if any. ഓക്കെ, അത് ഫുൾ ആയിട്ട് വായിച്ചോളൂ. 5th point വായിക്കണ? നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പ്രിസ്ക്രൈബ് ഡോക്ടറിന്റെ ആ പോയിന്റ് കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോട്ടെ. Care of valuable and clothing. If patient is wearing hospital dress, patient clothes should be handed over the relatives. If case the absence of relatives, clothing is numbered, labeled and kept in store until such time of handed over to relatives. Encourage the client to send jewelry, money and other valuables such as watch at home with relatives. Make him understand if he keeps something with himself, is it on his own risk. ഓക്കെ, അമീറ ഒന്നിപ്പോ വായിച്ച പോയിന്റ് ഒന്ന് വിശദീകരിക്കാമോ? അറിയാവുന്നത് പോലെ എളുപ്പമല്ലേ, ട്രൈ ചെയ്ത് നോക്കൂ. പറഞ്ഞോളൂ. പേഷ്യൻസ് വെയർ ചെയ്ത ഡ്രസ്സുകളൊക്കെ എന്താ മാറ്റിയിട്ട് ഹോസ്പിറ്റൽ ഡ്രസ്സ് ഇടാൻ കൊടുക്കുക. അതുപോലെ തന്നെ ഓർണമെന്റ്സ് ആയാലും എന്താ മറ്റേ വാച്ച് അങ്ങനത്തെ ജ്വല്ലറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ എന്താ അണ്ടർസ്റ്റാൻഡ് കീപ് സംതിങ് ഹിംസെൽഫ്, അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാണ്. എന്താ പറയണ അതാണോ? പറഞ്ഞോളൂ, ട്രൈ ചെയ്തോ, പറഞ്ഞോളൂ. അവരുടെ റിസ്കിൽ തന്നെ അവരെ കയ്യിൽ ഏൽപ്പിക്കാൻ, റിലേറ്റീവ്സ് ആരും കയ്യിലില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് നോക്കാം. കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. ഇഫ് പേഷ്യന്റ് ഈസ് വെയറിംഗ് hospital dress, patient's clothes should be handed over the relatives. അല്ലെ, നമുക്കറിയാം ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ആ പേഷ്യന്റിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവര് ഓൾറെഡി ഒരു ഡ്രസ്സ് നമുക്ക് ധരിക്കാനായിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് ധരിക്കാനായിട്ട് ഓൾറെഡി ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വേറൊരു ഡ്രസ്സ് അതിന് വേണ്ടിയിട്ടുണ്ട് അല്ലെ. അതിനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നമുക്ക് അവര് ഹോസ്പിറ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഡ്രസ്സ് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മുടെ റിലേറ്റീവ്സ് പുറത്ത് നിൽക്കുന്നുണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ കയ്യിലേക്ക് നമ്മളുടെ ആ ഒരു മാറിയ ഡ്രസ്സ് എന്ത് ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. ഇൻ കേസ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, ഇപ്പോ ഇൻ കേസ് റിലേറ്റീവ്സ് ആരും ആ ടൈമിൽ അവിടെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ക്ലോത്തിങ് ഇസ് നമ്പേർഡ്, ലേബിൾഡ് ആൻഡ് ക്ലോത്തിങ് ഒരു എന്താ പറയാ നമ്മളുടെ ഡ്രസ്സ് ഒന്ന് പാക്ക് ചെയ്ത് ഒരു ലേബിൾഡ് ചെയ്തിട്ട് നമ്മളുടെ ജസ്റ്റ് പേര് എഴുതും, ലേബിൾഡ് ചെയ്തിട്ട് അവരുടെ ഒരു സ്റ്റോറിൽ അവിടെ സൂക്ഷിക്കും. Then such time it's hand over to relatives. Then relatives എപ്പോ വരുന്നു അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യും. ഇനി അതുപോലെ തന്നെ encourage the client to send jewelry, money and other valuables such as watch to home with relatives. അല്ലെ, ഇപ്പോ ഇൻ കേസ് ആക്സിഡന്റ് കേസസുകളൊക്കെ വരില്ലേ, ആക്സിഡന്റ് കേസസുകളോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊക്കെ അറിയാം ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ടൈമില് ഒരു ആഭരണങ്ങളോ ഒന്നും ജ്വല്ലറീസ് ഒന്നും പാടില്ല അല്ലെ. നമ്മളുടെ എല്ലാ ജ്വല്ലറീസും അവർ അഴിച്ചിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും കയറണേലും മുന്നിൽ തന്നെ നമുക്ക് ഈ ആഭരണങ്ങളും ജ്വല്ലറീസ് എല്ലാം അഴിച്ചിട്ട് നമ്മൾ റിലേറ്റീവ്സിനാണ് നഴ്സസ് കൈമാറും അല്ലെ.
അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ സെയിം മണി അല്ലെങ്കിൽ ഇപ്പൊ പൈസ എന്തെങ്കിലും ഇപ്പൊ ആക്സിഡന്റ് കേസസിലൊക്കെ പേഴ്സിലൊക്കെ ആളുടെ പോക്കറ്റിൽ ഉണ്ടാവും അല്ലെ. ഇപ്പൊ പേഴ്സിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ റിലേറ്റീവ്സിന് കൈമാറും. മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി കീപ് സംതിങ് വിത്ത് ഹിംസെൽഫ് ഇറ്റ് ഈസ് ഓൺ ഹിസ് റിസ്ക്. ഇനി മേ ബി ആ ടൈമില് ഇപ്പോ റിലേറ്റീവ്സ് ആരും ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആ ഒരു നഴ്സസ് തന്നെ അവരുടെ റിസ്കിലായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത്. അവരുടെ റിസ്ക് ആയിരിക്കണം അല്ലെ, സ്വന്തം ആ റിസ്ക് ഏറ്റെടുത്തിട്ട് അവരായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമല്ല ഇത്. നമുക്കറിയാം ഇപ്പോ അങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവര് തരും. പിന്നെ ഇതുപോലെ ജ്വല്ലറി ആഭരണങ്ങളൊക്കെ റിലേറ്റീവ്സിന്റെ കയ്യിലേക്ക് കൊടുക്കും അല്ലെ. ഇത്രയും ഉള്ളൂ കേട്ടോ. അത് ഇത്രയുമാണ് നമ്മൾ അവിടെ വരുന്ന പോയിന്റ്സുകൾ. Then last one, admission from emergency department. ഇനി admission from emergency കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഓരോ പോയിന്റ് ഓരോരുത്തർ വെച്ചാണ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പേര് പറയണോ? നിങ്ങൾ തന്നെ ഓരോരുത്തർ ഇനി വായിക്കാത്തവര് ഓരോ പോയിന്റുകൾ വായിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. വായിച്ചോളൂ, വായിക്കാത്തവർക്ക്. ഓക്കെ, ജിൻസി സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഫസ്റ്റ് പോയിന്റ്. When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. ഓക്കെ, എന്താണ് ജിൻസി അവിടെ പറയുന്നത് ഫസ്റ്റ്? അതായത് ഹോസ്പിറ്റൽ എമർജൻസിയിലേക്ക് ഒരു പേഷ്യന്റ് വരുന്നുണ്ടെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വാർഡ് ബോയ്സിനെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം പേഷ്യന്റിനെ നമുക്ക് ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ വഴി എമർജൻസി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഇപ്പൊ ജിൻസി പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് ഓൾറെഡി അറൈവ്ഡ് എമർജൻസിയിലോട്ട് വരുന്നു എന്ന് കൺഫേം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് തിങ് they do is give a call the ward boys and patient attendants അല്ലെ. അതായത് വാർഡ് ബോയ്സിനെ വിളിക്കുക. നമുക്ക് ഈ ഒരു വ്യക്തി വരുന്നത് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണല്ലോ എമർജൻസിയിൽ വരുന്നത്. അപ്പോൾ ആംബുലൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ടു സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചറിൽ നമ്മൾ ആളെ അകത്തോട്ട് ഈ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ആളെ നമുക്ക് കയറ്റണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിക്കൂ. സെക്കൻഡ് പോയിന്റ്, give a call to medical officer. എന്താണ് പറഞ്ഞോളൂ, എളുപ്പല്ലേ? മെഡിക്കൽ ഓഫീസറാ എന്ത് ചെയ്യുക? വിളിക്കണം അല്ലെ. മെഡിക്കൽ ഓഫീസറിലേക്ക് വിളിക്കണം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്. After the medical officer examines the patient, they ask him as to where they have to shift a patient. അവിടെ എന്താ പറയുന്നത് തേർഡ് പോയിന്റില്? ആഫ്റ്റർ അവിടെ പറയുന്നു മെഡിക്കൽ ഓഫീസർ ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തിട്ട് അവര് പറയും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവരെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോ ക്രിട്ടിക്കൽ കേസസ് ആണെങ്കിൽ ചിലപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടവരുണ്ടാവും അല്ലെ. ചിലപ്പോ അല്ലെങ്കിൽ നോർമലി ആ ഒരു കാഷ്വാലിറ്റി തന്നെ ഷിഫ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റൂമിലോട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഏതാണെന്നുള്ളത് ആ ഒരു പേഷ്യന്റിന്റെ ഇത് മെഡിക്കൽ ഓഫീസറാണ് വന്ന് എക്സാമിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോ. ഫോർത്ത് പോയിന്റ്. Generally, they shift the patient to the ICU. And after patients become stable, only then shift the patient to the concerned ward. ഓക്കെ, പറഞ്ഞോളൂ, മീനിങ് പറഞ്ഞോളൂ. ICUവിൽ കിടക്കുന്ന പേഷ്യൻസ് സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് കൺസേൺ അത് എന്ത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ICUലാണ് അഡ്മിറ്റ് ആയത് അതിൻ്റെതായിട്ടുള്ള കൺസേൺ വാർഡിലേക്ക് നമുക്ക് സ്റ്റേബിൾ ആയപ്പോ പേഷ്യൻസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ജനറലി ദേ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദ ICU ആൻഡ് ആഫ്റ്റർ പേഷ്യന്റ് ബിക്കം സ്റ്റേബിൾ. ഈ ICU കിടന്ന ഒരു പേഷ്യന്റിന് സ്റ്റേബിൾ ആയാൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൺസേൺഡ് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെയും അല്ലെങ്കിൽ അത്രയും എക്സാമിൻ ചെയ്ത് നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താറുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു നോർമലി ഒരു കേസസിൽ ചിലപ്പോൾ ഒരു ICUയിൽ ചിലവരൊരു ഒരാഴ്ച വരെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. എന്നിട്ട് മാത്രം ചിലപ്പോൾ അയാള് ഒരു സ്റ്റേബിൾ ആയിട്ട് റിക്കവറി ആയിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇപ്പൊ നെക്സ്റ്റ് ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ.
അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ അതൊക്കെയാണ് ഈ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ 5th പോയിന്റ് വായിച്ചോളൂ. ഫിഫ്ത് പോയിന്റ് എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഇനി വായിക്കാത്തവരെ വായിച്ചോളൂ. After counseling with the consultants and permission of the same, they do registration patient in IPD register and in their software too. ഇപ്പൊ ഇതിന് ശേഷം, അതായത് കൺസൾട്ട് ചെയ്തതിന് ശേഷം IPD ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്ററും ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ സോഫ്റ്റ്വെയറിൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, എളുപ്പല്ലേ? നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ല. അതായത് കൺസൾട്ടിങ് ആഫ്റ്റർ ആ ഒരു കൺസൾട്ടന്റിന് ശേഷം എന്ത് ചെയ്യുക? IPD രജിസ്റ്റർ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യുക? അതിനകത്തോട്ടും കൂടി അത് അപ്ലോഡ് ചെയ്യണം. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ 6th പോയിന്റ്. Fill the patient's consent form and after telling them the purpose and meaning of the form, get it signed by the patient's relatives. പറഞ്ഞോളൂ, എളുപ്പമല്ലേ? പേഷ്യന്റിന്റെ കൺസെന്റ് ഫോം ഫില്ല് ചെയ്യും വേണം. അതിനുശേഷം അതിന്റെ പർപ്പസ് ഒക്കെ വായിച്ചിട്ട് സൈൻ ചെയ്യണം പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരു കൺസെന്റ് ഫോം വേണം, സൈൻ ചെയ്യണം. റിലേറ്റീവ്സിനെ സംബന്ധിച്ച് റിലേറ്റീവ്സ് ആയിരിക്കണം. ഇവിടെ തുടർ ചികിത്സ വേണം, തുടർ ചികിത്സ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കൺഫേം എന്താ പറയാ, ഒരു കൺഫേമില് സൈൻ ചെയ്ത് കൊടുക്കും അല്ലെ? ആ ഒരു ഇത് തന്നെ. ഓക്കെ, 7th പോയിന്റ്. Send the file to the corresponding where the medical officer asks the patient to be shifted. Okay. Clear? പറഞ്ഞോളൂ അതിന്റെ മീനിങ്. Send the file. ഏതാണോ അവരുടെ കറസ്പോണ്ടിങ് വാർഡ് എന്നെങ്കിൽ അതിലേക്ക് നമ്മൾ ഫയൽ സെൻഡ് ചെയ്യാം. അതായത് ഇപ്പോ രോഗിയെ മാറ്റാൻ send the file of patient of the corresponding ward where the medical officer has asked to patient to be shifted. നമ്മൾ പറഞ്ഞില്ല നേരത്തെ, മെഡിക്കൽ ഓഫീസർ വന്ന് എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തിട്ടാണ് ആളെ എങ്ങോട്ട് മാറ്റണം എന്ന് തീരുമാനിക്കുന്നത് അല്ലെ? അപ്പോ സെയിം രോഗിയെ മാറ്റാനായിട്ട് ഈ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടാൽ, അതായത് ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ആ ഒരു മെഡിക്കൽ ഓഫീസറാണ് അതൊക്കെ വന്ന് നോക്കുന്നത്. ഈ മെഡിക്കൽ ഓഫീസർ വന്ന് ഈ രോഗിയെ മാറ്റാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോ ആ രോഗിയുടെ ഫയല് ഏത് വാർഡിലേക്കാണ് അയാളെ കിടക്കുന്നത് ആ വാർഡിലോട്ട് ആ ഫയൽ എന്ത് ചെയ്ത് കൊടുക്കുക? ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കുക. ആ ഫയല് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏത് വാർഡിലാണോ ആളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് അയാളുടെ ഫയലുകൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. Then last point. Confirming that the file of patient is received by MO of the corresponding ward. രോഗിയുടെ രോഗം ബന്ധപ്പെട്ടവരുടെ മെഡിക്കൽ ഓഫീസറിന് ലഭിച്ചോ എന്ന് കറസ്പോണ്ട് ചെയ്യുക, സ്ഥിരീകരിക്കുക. MO എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ഓഫീസറാണ്. മെഡിക്കൽ ഓഫീസർ കൺഫേം ചെയ്യുക മെഡിക്കൽ ഓഫീസറിന്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. 8 പോയിന്റ് ഉണ്ട്. ഒന്നും കൂടി വായിക്കാം, ജസ്റ്റ് ഇങ്ങനെ വായിക്കണമെന്നുള്ളൂ. ഞാൻ ഓരോ പോയിന്റ് വായിക്കുമ്പോഴും നിങ്ങൾ മീനിങ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിൽ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. ഓക്കെ, നിങ്ങൾ ഒരു ടൈം നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചു നോക്കാം. ഒരു സെക്കൻഡ് തരാം, വായിച്ചു നോക്കട്ടെ. സ്വയം ഒന്ന് വായിക്കുക. ഫസ്റ്റ് പോയിന്റ് മീനിങ് ഒന്ന് മനസ്സിലൊന്ന് കാണുക. Okay, then second point, give a call to medical officer. വായിച്ചു നോക്കട്ടോ. Give a call to medical officer. ഫസ്റ്റ് നമ്മള് വാർഡ് ബോയിനെയൊക്കെ വിളിച്ചു, പിന്നെ എന്ത് ചെയ്തു? മെഡിക്കൽ ഓഫീസറിനെ വിളിച്ചു. ഓക്കെ, then third point, after the medical officer examine the patient, they ask him as to where they have to shift a patient. ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാ. ആദ്യം അങ്ങനെ വന്നു, പിന്നെ നമ്മൾ മെഡിക്കൽ ഓഫീസറെ വിളിച്ചു, പിന്നെ ആള് വന്ന് എക്സാമിൻ ചെയ്തു. കണക്ട് ചെയ്ത് സ്വയം ഒന്ന് വായിച്ചു നോക്കാട്ടാ. ഇപ്പൊ തന്നെ നമുക്ക് ഈ പോയിന്റ് പഠിച്ചു പോകാം. ഫോർത്ത് പോയിന്റ് പറയാം.
Generally, they shift the patient to the ICU, and after patient becomes stable, only then shift the patient to the concerned ward. Then ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്തു? മെഡിക്കൽ ഓഫീസറെ വിളിച്ചു, ആള് വന്ന് എക്സാമിൻ ചെയ്തു, ആളെ നമ്മൾ എങ്ങോട്ട് മാറ്റണമെന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ദെൻ പേഷ്യന്റ് ICU ഷിഫ്റ്റ് ചെയ്തു, അതിനുശേഷം സ്റ്റേബിൾ ആയിട്ട് ആൾ എന്ത് ചെയ്തു? കൺസേൺഡ് വാർഡിലോട്ട് മാറ്റി. Then after counseling with the consultant and the permission of the same they do registration department in IPD register and in their software too. മാം ഒരു കാര്യം ചോദിക്കട്ടെ, ഇൻ കേസ് ആ ഹോസ്പിറ്റലിൽ അവർ എടുത്തില്ല, സീരിയസ് കേസ് ആണ്, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെങ്കിൽ പോലും അവർ രജിസ്റ്റർ ചെയ്യുമോ? ഇല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. മീൻസ് ആളെ നമ്മൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ആളെ നമുക്ക് ഇവിടെ എടുക്കില്ല എന്ന് പറയില്ല. കാരണം ഓൾറെഡി ഇപ്പൊ ഒരു ഡ്യൂട്ടി ഡോക്ടറോ ഇപ്പൊ കാഷ്വാലിറ്റി വരുമ്പോ ഒരു ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഡോക്ടേഴ്സ് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവര് എക്സാമിൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഏതൊരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ നമ്മൾ ഒരിക്കലും ജസ്റ്റ് ഒന്ന് ആളെ ഒന്ന് എക്സാമിൻ ചെയ്യാണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറ്റിയിട്ടുണ്ടോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ റിലേറ്റീവ്സിനോട് പറയാറുണ്ട്, പോയിട്ട് ചീട്ട് എടുക്കുക, അല്ലെങ്കിൽ ആളുടെ ഒരു ബില്ല് എടുക്കുക, അല്ലെങ്കിൽ ചീട്ട് എടുക്കാനായിട്ട് പറയും അല്ല, അപ്പോയിന്റ്മെന്റിന്റെ ആ ഒരു ചീട്ട് എടുക്കാൻ പറയും. എന്നിട്ട് ആ ഒരു ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം ആ ഒരു എന്താ പറയാ ഒരു അല്ലെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. ഓക്കെ. Then sixth point പറയാണ്, fill the patient consent form and after telling the purpose of meaning of the form, get is signed by the patient relatives. നമ്മൾ പറഞ്ഞു എന്താണ്, ICU സ്റ്റേബിൾ ആയിട്ട് ആളെ വാർഡിലോട്ട് മാറ്റി, പിന്നെ നമുക്ക് കൺസൾട്ടിങ്ങിന് ശേഷം IPD രജിസ്റ്ററിൽ ആളെ ഇൻക്ലൂഡ് ചെയ്തു, രജിസ്ട്രേഷൻസ് ചെയ്തു, പിന്നെ സോഫ്റ്റ്വെയറിലോട്ടും രജിസ്ട്രേഷൻ ചെയ്തു. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ ആ ഒരു ഫോമിൽ റിലേറ്റീവിന്റെ ഒരു കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്തൊക്കെ കൊടുക്കുക. Then seventh point, send the file of patient to corresponding ward where the medical officer has asked the patient to be shifted. നമ്മൾ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും? സെൻഡ് ദ ഫയൽ, ആ ഒരു ഫയല് ഏത് വാർഡിലോട്ടാണോ ആളെ ഷിഫ്റ്റ് ചെയ്തത് ആ ഫയൽ അങ്ങോട്ട് എത്തിക്കുക. Then last one പറഞ്ഞത്, confirming that the file of patient is received by medical officer of the corresponding ward. ആ ഒരു ഫയല് പേഷ്യന്റിന് റിസീവ് സ്വീകരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ആ ഒരു കറസ്പോണ്ടിങ് വാർഡിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നമ്മൾ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കിയത്. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, എളുപ്പമാണ്. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും അല്ലെ. അപ്പൊ മോക്ക് ടെസ്റ്റ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകണം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. ദെൻ നിങ്ങൾ നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ട് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം നോട്ട്. നമുക്കത് കൂടുതലും എപ്പോഴും നമുക്കത് സാധ്യമല്ലല്ലോ, നമ്മളുടെ ആ ക്ലാസ് ടൈമിൽ നോട്ട് തരിക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ടൈമിന്റെ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലാസ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി ആ ഒരു പാഠം ഒന്ന് ഫസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കട്ടെ, ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കോ? നമുക്ക് ഇന്ന് തന്നെ ഇപ്പൊ ഈ പാഠം പഠിച്ചു പോവാലോ. ഇത് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കണ്ട അല്ലെ. പഠിക്കാനുള്ളവര് ഇനി ഏതെങ്കിലും ക്ലാസ്സിൽ കയറാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ നോട്ട്സ് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഇത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് ഇനി ഓരോ ചാപ്റ്റർ വരുമ്പോ ചിലപ്പോൾ ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ അന്നു തന്നെ ആ ഡേയ്സിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാലോ. ഞാൻ പേര് വിളിക്കാം, പേര് വിളിക്കുന്നവര് മാത്രം ആൻസർ പറയാനൊന്നും ശ്രമിക്കാം കേട്ടാ. കുഴപ്പമില്ല, തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നൊക്കെ നോക്കണ്ടേ.
നമുക്കൊരു ഇന്ററാക്ഷൻ ഒക്കെ വേണ്ട ക്ലാസ്സിന്, അതിനു വേണ്ടിയാണ് ചോദിക്കാന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ, ജിദ്ദ, റൊട്ടീൻ അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റൊട്ടീൻ അഡ്മിഷൻ, ജിദ്ദ. ഹലോ ഹലോ ജിദ്ദ ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. റൊട്ടീൻ അഡ്മിഷൻ, എന്താണ് റൊട്ടീൻ അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ ഓക്കെ, പ്ലാനഡ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ അശ്വതി, അശ്വതി എന്ന് പറയാമോ റൊട്ടീൻ അഡ്മിഷൻ? ഹലോ, പറഞ്ഞോളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ. ഓക്കെ, റൊട്ടീൻ അഡ്മിഷൻ എന്താണെന്നൊന്ന് വിശദമാക്കിയൊന്ന്. എന്താണ് റൊട്ടീൻ അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അശ്വതി, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? ചെയ്തിട്ട് ഓക്കെ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ റൊട്ടീൻ അഡ്മിഷൻ എന്താണെന്നൊന്ന് വിശദീകരിച്ച്? ഒരു പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ സർജറിക്ക് ശേഷമോ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ എടുക്കുന്നതിനെയാണ് റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞോളൂ. എക്സാമ്പിൾ ഡയബറ്റിക്സ്, അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ, ബ്രോങ്കൈറ്റിസ്, ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ ഒക്കെ കേസുകളിലാണ്. ഓക്കെ, വെരി ഗുഡ് ഐശ്വര്യ. അപ്പോ നിങ്ങൾക്ക് ചിലർക്ക് റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതായിരിക്കും ഇങ്ങനെ ഒരു ഇത് നമുക്കൊരു പ്രശ്നം വരുന്നത് കേട്ടോ. ഞാൻ പേരെടുത്ത് വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നവരുടെ പേരൊക്കെ എനിക്ക് ഏകദേശം ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ബാക്കിയുള്ളവരുടെ ഒക്കെ ഒന്ന് പേര് വിളിച്ച് എക്സ്ട്രാ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്ലാനഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. അതിന്റെ എക്സാമ്പിള് ക്ലയന്റ് ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസ് അങ്ങനെയുള്ള കേസസ് ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു 3 റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് പറയാമോ? അറിയാവുന്നവർ പറഞ്ഞോളൂ, ആരെങ്കിലും ഒരാള്. നിങ്ങൾ മാക്സിമം നോക്കാണ്ട് പറയാൻ ശ്രമിക്കണോട്ടാ. നിങ്ങൾ മലയാളത്തിൽ പറയണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഓർമ്മയുണ്ടോ നോക്കാനില്ലേ? പറഞ്ഞോളൂ. അഡ്മിഷൻ, മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞോളൂ. ആരാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? പറഞ്ഞോളൂ. പേഷ്യന്റ് ഇൻഫർമേഷൻ, അതായത് നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, എക്സെട്ര. മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, ബ്രേസ്ലെറ്റ്, കയ്യില് ബ്രേസ്ലെറ്റ് മാതിരി ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. 3 പോയിന്റ് സന്ധ്യ പറഞ്ഞു കേട്ടോ. ഫസ്റ്റത്തെ 3 പോയിന്റ് പറഞ്ഞു. ഓർഡർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞോളൂ. നിങ്ങൾ മാക്സിമം പ്രിന്റഡ് കോപ്പിയിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കാണ്ട് പറയാൻ ശ്രമിക്കണം കേട്ടോ. അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങളോട്.
Then നെക്സ്റ്റ് ഒരു 3 പോയിന്റ് അടുത്താക്കി പറയാൻ പറ്റുമോ? ഫ്രം സൈനിഡ്, എന്നിട്ട് പിന്നെ അടുത്ത പോയിന്റ് ഇനിഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫ്ലോർ വാർഡ് നേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ് പറഞ്ഞു. എന്തായിരുന്നു പേര്? ആരതി. ഓക്കെ, നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ. ഇനി അപ്പൊ നിങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മാക്സിമം നോക്കാണ്ട് നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കണം കേട്ടോ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടോന്നൊന്നും അറിയണ്ടേ? നമ്മൾ ക്ലാസ് എടുത്ത് പോണത് ആ ഒരു ഇതിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുറെ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ അങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എടുത്തത് പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതല്ലേ നമുക്ക് കുറച്ചും കൂടി എളുപ്പം. കുറെ ഇങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് അതെല്ലാം കൂടി കൂട്ടി പഠിക്കാൻ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അങ്ങനെയുള്ളത് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക. അതാണ് ഞാൻ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങളോട് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പോലെ ഒന്ന് ശ്രമിക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. ദെൻ ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റി, അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു അല്ലെ. ഇനി ദെൻ നമ്മൾ പേഷ്യന്റിന്റെ ഒരു പ്രിലിമിനറി ഒബ്സർവേഷനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. പ്രിലിമിനറി ഒബ്സർവേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിലിമിനറി ഒബ്സർവേഷൻ ചെയ്യേണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. നല്ല ഓർമ്മയുണ്ടാവും, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഓക്കെ, വേഗം വേഗം പറഞ്ഞോളൂ, ഒരാൾ പറഞ്ഞോളൂ. പ്രിലിമിനറി ഒബ്സർവേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇമോഷണൽ റിയാക്ഷൻ. ഫേഷ്യൽ എക്സ്പ്രഷനിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? പേഷ്യന്റ് ടയേർഡ് ആണോ, ഏത് ഒക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞത്? സിയോളിസിസ്, ജോണ്ടിസ്, പിന്നെ ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ കേട്ടോ. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, ആ പേരുകളൊക്കെ. ദെൻ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നെടുത്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഇനി ദെൻ നമ്മൾ പറഞ്ഞു ഏതായിരുന്നു ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നില്ലേ? ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റുമോ ആരെങ്കിലും ഒരാള്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞില്ലേ അഡ്മിഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് വരുന്നത്? ഇന്നെടുത്ത ക്ലാസ് ആർക്കും ഓർമ്മയില്ലേ? വാർഡ് ബോയ്സിനെ വിളിക്കണം, പിന്നെ മെഡിക്കൽ ഓഫീസറിനെ വിളിക്കണം, പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്യണം, പിന്നെ ICU ഡിപ്പാർട്ട്മെന്റിനോട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയ പേഷ്യന്റ് നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ കൺസൾട്ടന്റിനെ രജിസ്റ്റർ ചെയ്യണ്ടേ? രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു IPD രജിസ്റ്റർ ചെയ്യണം, സോഫ്റ്റ്വെയറിൽ ചെയ്യണം. പിന്നെ കൺസെന്റ് ആയിട്ടുള്ള പേഷ്യന്റ് പർപ്പസ് ആയിട്ട് റിലേറ്റീവ്സിനെയൊക്കെ ഇതാക്കണം. സൈൻ ചെയ്യണ്ടേ? റിലേറ്റീവ്സ് കൺസെന്റില് സൈൻ ചെയ്യണം. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. ഞാൻ ആ പറഞ്ഞൊരു ഓർഡർ ഇല്ലേ, അതാണ് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കിട്ടുന്നില്ല ഇപ്പൊ അങ്ങനെ ക്യാച്ച് ചെയ്ത് പറയാനായിട്ട്. അപ്പൊ നമ്മള് സൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഫയല് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറിനെ ഷിഫ്റ്റ് ചെയ്യണം. ലാസ്റ്റ് എന്ത് ചെയ്യും? ലാസ്റ്റ് രോഗിയുടെ ഫയല് അതായത് മെഡിക്കൽ ഓഫീസറിനെ കൺഫേം ചെയ്യണം. മെഡിക്കൽ ഓഫീസറിന് കൺഫേം ചെയ്ത് സ്ഥിരീകരിക്കണം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ആ പോയിന്റ്സ് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നെഹ്റീൻ ഇപ്പൊ പറഞ്ഞില്ലേ, ആ ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടില്ലേ? അപ്പൊ നിങ്ങൾ അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആളെങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സൈൻ ചെയ്യുക, പിന്നെ വാർഡിലോട്ട് ഫയൽ അയക്കുക, അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തിട്ട് സ്വയം ഒന്നിങ്ങനെ ആ ഓർഡറിലൊന്ന് പഠിച്ചു പോയാൽ മതി. എളുപ്പമാണ് കേട്ടോ. ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, ഇൻവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ കുഴപ്പമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പാഠമാണ് അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് തരും. അപ്പൊ മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുക. അത് കൂടാതെ എക്സ്ട്രാ
നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താ ലെക്ചർ നോട്ട് പോലെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പഠിക്കുക, പ്രിന്റഡ് കോപ്പി. ഇനിയും എന്തെങ്കിലും പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. ഒന്നും അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച്. ഇനി അഥവാ പഠിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഓരോരുത്തരുടെ സാഹചര്യം അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്തായാലും നമ്മളൊരു കോഴ്സ് ചെയ്യണമല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ എന്നുള്ളൊരു ഇത് എല്ലാവരും മൈൻഡിൽ വെക്കുക. അതനുസരിച്ച് അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി മാറ്റി വെച്ച് എന്ത് ചെയ്യുക, ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകള് അന്നന്ന് തന്നെ പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചെങ്കിലും നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല. നമ്മള് അവസാനം വരുമ്പോഴാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു 2 days കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ല, ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കും, ഒന്നും നിങ്ങൾക്ക് ഐഡിയ കിട്ടൂല. അപ്പൊ ഇന്ന് തന്നെ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇന്ന് തന്നെ ഉറപ്പാണ്, ടീച്ചർ ഉറപ്പ് പറയാ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയൊക്കെ അത് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് സാഹചര്യം വരും പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഒന്ന് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് പറയാം കേട്ടോ. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, ma'am.